ഈ പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. തോട്ടത്തിന്റെ കാര്യം സംസാരിക്കാനായി നിവിൻ വീണ്ടും കാവേരി വിളിക്കുന്നുണ്ട്. വീട്ടിലെത്താൻ വൈകിയ വിനീതിനെയും കാത്ത് സിറ്റൗട്ടിലൂടെ ടെൻഷനോടെ നടപ്പായിരുന്നു കാവേരിയും. വിളിക്കുന്നത് നിവിനാണെന്ന് കണ്ട് ഇയാൾ കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാലോ എന്ന് ചിന്തിച്ച്, അല്ലെങ്കിൽ വേണ്ട, ഇനി വിനീതേട്ടന്റെ കാര്യം വല്ലതും പറയാനാണെങ്കിലും ആയിരിക്കും എന്നോർത്തവൾ ആ കോൾ അറ്റൻഡ് ചെയ്യുകയാ. ഹലോ കാവേരി എന്ന് നിവിൻ വിളിക്കേ. കാവേരി തന്നെയാ, ഇത് ഏത് ഷോപ്പിന്നാ എന്നവൾ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ക്രൂവലാവല്ലേ കാവേരി, ഐ എം നോട്ട് എ ഡ്രങ്കർ എന്ന് നിവിൻ പറയാ. പിന്നെ വിനീതേട്ടനാവും കുടിയൻ അല്ലേ? വിനീതേട്ടനെ ഞങ്ങൾ എത്ര കാലമായി കാണുന്നതാണെന്ന് അറിയാമോ എന്ന് കാവേരി ദേഷ്യത്തോടെ ചോദിക്കേ. കാവേരി, ഞാനൊരു തർക്കത്തിന് വേണ്ടി വിളിച്ചതല്ല എന്ന് നിവിൻ പറയേ. പിന്നെ ഇയാൾ വല്ല നിഷ്കളങ്കനും പരിശുദ്ധനുമാണെന്ന് തെളിയിക്കാനാണോ എന്ന് കാവേരി ചോദിക്കുന്നു. അതിന്റെ ഒന്നും ആവശ്യം എനിക്കില്ല കാവേരി. കാവേരിയുടെ അച്ഛനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാ രാവിലെ മുതലേ ഞാൻ വിളിക്കുന്നത്. കാവേരിക്ക് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞവൻ ദേഷ്യത്തോടെ ആ കോൾ കട്ട് ചെയ്ത് മൊബൈൽ ബെഡിലേക്ക് എറിയുകയാണ്. കോൾ കട്ടായത് കണ്ട് കാവേരിയും അയാൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാമായിരുന്നു. ഈഗോയൊക്കെ മാറ്റിവെച്ചിട്ട് ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് വീണ്ടും നിവിനെ വിളിക്കുക. അവൻ ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും അച്ഛന്റെ കാര്യം എന്താ പറഞ്ഞത് എന്ന് കാവേരി ചോദിക്കുന്നുണ്ട്. അത് എന്റെ ഒരു സംശയ, സംഗതി ശരിയാണോ എന്ന് കൺഫേം ചെയ്യണം എന്നവൻ പറയേ. നിവിൻ പറയൂ എന്ന് കാവേരി. അരവിന്ദൻ അങ്കിള് ഒരു തോട്ടം വാങ്ങിയിരുന്നു എന്ന് പറഞ്ഞില്ലേ, എവിടെയായിരുന്നു അത് എന്ന് നിവിൻ ചോദിക്കേ. കുറിഞ്ഞിക്കാടെന്ന് കാവേരി പറയേ. സ്ഥലം എത്രയുണ്ടായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ എന്ന് നിവിൻ ചോദിക്കുന്നുണ്ട്. 5 ഏക്കർ എന്ന് കാവേരി. അരവിന്ദൻ അങ്കിള് നിങ്ങളെ എല്ലാവരെയും ആ തോട്ടം കൊണ്ടുപോയി കാണിച്ചിട്ടില്ലേ എന്നവൾ ചോദിക്കേ. ഉണ്ടെന്ന് കാവേരിയും. അതായത് ആ തോട്ടം കണ്ട കാവേരിക്ക് തിരിച്ചറിയാൻ പറ്റും എന്ന് നിവിൻ ചോദിക്കേ. പറ്റുമെന്ന് കാവേരിയും. എന്താ നിവിൻ എന്ന് കാവേരി ചോദിക്കേ. കാവേരി, ഇന്നൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞവൻ തന്നെ തോട്ടം കാണിക്കാനായി ജയപാലങ്ങൾ കൂട്ടിക്കൊണ്ടുപോയ കാര്യമെല്ലാം പറയുകയാണ്. അങ്ങനെ അവൾ നിവിനോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് മുറ്റത്തേക്ക് എത്തിയ വിനീതും ഒരു പരുങ്ങലോടെ അവളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. കാവേരിയും നിവിനോടായി, എനിക്ക് ആ തോട്ടം ഒന്ന് കാണണം നിവിൻ, നാളെ എങ്കിൽ നാളെ, എത്രയും പെട്ടെന്ന് എന്നവൾ പറയേ. അവളെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്ന വിനീതും ഇവളെന്താ ഈ സമയത്ത് ഇവിടെ, മൊത്തം കുളമായല്ലോ എന്ന് പറഞ്ഞ് ടെൻഷനോടെ നോക്കി നിൽപ്പാ. പശു ഒട്ടു തിന്നത്തുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കത്തുമില്ല, ഇവൾ ഇവിടുന്ന് മാറില്ലേ എന്നൊക്കെ ചിന്തിച്ച് ഒന്ന് ശ്വാസം വരച്ചുവിട്ട് ധൈര്യമൊക്കെ സംഭരിച്ച്, എട വിനീതേ, ഗംഗ നിന്റെ ഭാര്യയാണ്, അതിടയ്ക്ക് നീ മറന്നു പോകരുത് എന്ന് സ്വയം ധൈര്യം പകർന്ന് ധൈര്യത്തോടെ വീട്ടിലേക്ക് നടന്നു നീങ്ങി. കാവേരിയെ നോക്കി, നോക്കണ്ട സംസാരിച്ചോ എന്ന് പെറുപെറുത്തുകൊണ്ട് വിനീത് സീറ്റ് ഔട്ടിലേക്ക് കയറുമ്പോഴേക്കും ശരി എന്ന് പറഞ്ഞ് കാവേരിയും കോൾ വെക്കാൻ തുടങ്ങുന്നു. അതുകണ്ട് വിനീതും അപ്പൊ ശരി കാവേരി, നാളെ കാണാം, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവാൻ തുടങ്ങി. വിനീതേട്ടൻ അവിടെ ഒന്ന് നിന്നേ എന്ന് കാവേരി വിളിച്ച് പറയുന്നുണ്ട്. ഗംഗയ്ക്കായി വാങ്ങിച്ച മുല്ലപ്പൂവും ഹൽവയും അടങ്ങിയ കവർ പുറകിലേക്ക് വിളിച്ച്, എന്താ കാവേരി എന്നവൻ ചോദിക്കേ. വിനീതേട്ടന്റെ കയ്യിലെന്താ എന്ന് കാവേരി ചോദിക്കുന്നുണ്ട്. ഏയ് ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവൻ കൈ നീട്ടി കാണിക്കേ. അതല്ല, മറ്റേ കയ്യിലെന്ന് കാവേരിയും. ആ കൈയും നീട്ടിക്കാണിച്ച് വിരല് എന്നൊരു ചിരിയോടെ വിനീത് പറയുന്നു. ദേ വിനീതേട്ടാ കളിക്കല്ലേ, സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്താണെന്ന് ബലമായി പിടിച്ചു വാങ്ങി നോക്കും എന്ന് കാവേരി പറയേ. എന്നാലേ ഞാനൊരു സത്യം പറയാം, ഇതേ കാവേരിയുടെ ചേച്ചിക്കുള്ളതാണെന്ന് വിനീത് പറയേ. എന്താണെന്ന് കാണിക്കേ നോക്കട്ടെ എന്ന് കാവേരി. എംബ്രോയിഡറിയിലെ നൂല്, ഇനി ഞാൻ പോയിക്കോട്ടെ എന്ന് വിനീത് ചോദിക്കേ. ഓ വിട്ടേക്കാം, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എന്താ ഇത്ര താമസിച്ചത് എന്ന് കാവേരി ചോദിക്കുക. അത് പിന്നെ അടച്ച കട തുറന്നല്ലേ സാധനങ്ങൾ വാങ്ങിച്ചത് എന്നവൻ പറയേ. അവനെ ഒന്ന് മണപ്പിച്ചു നോക്കി, അടിച്ചിട്ടുണ്ടോ എന്ന് കാവേരി ചോദിക്കുക. കാവേരി ചുമ്മാ എന്നവൻ ദേഷ്യത്തോടെ പറയേ. പിന്നെ എന്താ ഒരു മണം എന്ന് പറഞ്ഞവൾ വീണ്ടും മണം പിടിച്ച്, ആ മുല്ലപ്പൂവിന്റെ സ്മെല്ലുള്ള സാധനവും ഇറങ്ങിയോ എന്ന് കാവേരി സംശയത്തോടെ ചോദിക്കേ. എന്നെ ഇങ്ങനെ സംശയിക്കില്ലേ കാവേരി, ഇന്നലൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചിട്ട് എന്ന് വിനീത് പറയേ. പിന്നെ ഈ മുല്ലപ്പൂവിന്റെ മണം എവിടുന്നാ എന്ന് കാവേരി ചോദിക്കുന്നുണ്ട്. വിനീത് ചുറ്റുപാട് നോക്കി. അത് പിന്നെ ചുറ്റും പൂത്തിട്ടില്ലേ മുല്ല എന്നൊരു ചിരിയോടെ പറയേ. എന്നിട്ട് ഞാനെവിടെയും കാണുന്നില്ലല്ലോ മുല്ലപ്പൂവ് എന്ന് കാവേരി. എന്നാലേ യക്ഷിയായിരിക്കും, നമുക്ക് പെട്ടെന്ന് അകത്തേക്ക് പോവാം എന്ന് വിനീത് പറയേ. ഏയ്, യക്ഷികൾക്ക് ഇഷ്ടം പാലപ്പൂവല്ലേ, മുല്ലപ്പൂവല്ലല്ലോ എന്ന് കാവേരിയും. ഇത്രയും ക്രൂരയാവല്ലേ കാവേരി, ഒരു വെറൈറ്റി ആഗ്രഹിക്കാത്ത ഏത് യക്ഷിയാ ഉള്ളത്? ദിവസവും കുടിക്കുന്ന ഈ ചോരയ്ക്ക് പകരം അവർക്കൊരു മാംഗോ ജ്യൂസ് കുടിക്കണമെന്ന് ആഗ്രഹിച്ചുകൂടെ? ഡെയിലി വെള്ളസാരി ഉടുത്ത് മടുക്കുമ്പോ ഒരു പട്ടുസാരി ഉടുക്കാൻ തോന്നിയ എന്താ തെറ്റ്? അതുപോലെ പാലപ്പൂവല്ലാതെ ഒരു വെറൈറ്റി ആയിട്ട് മുല്ലപ്പൂ ചൂടിക്കാണണമെന്ന് യക്ഷികൾക്ക് തോന്നിയ അത് നിരുത്സാഹപ്പെടുത്താൻ പറ്റുമോ? അത് നിരുത്സാഹപ്പെടുത്താതെ കാവേരി, ദൈവം ചോദിക്കും കാവേരി എന്ന് പറഞ്ഞവൻ കൈ പുറകിലേക്ക് പിടിച്ച് തിരിഞ്ഞു മറിഞ്ഞ് അകത്തേക്ക് കയറി പോകുമ്പോഴേക്കും മുല്ലപ്പൂവിന്റെ മണം അകത്തേക്കാണല്ലോ പോയത്. അപ്പോ വെറൈറ്റി ആഗ്രഹിക്കുന്ന യക്ഷിയും പോയത് അകത്തേക്ക് തന്നെ. ചെറിയൊരു കത്തനാരായിട്ട് തന്നെ ഭാഗ്യകാര്യം എന്ന് പറഞ്ഞ് കാവേരിയും പുറകെ പോകുന്നുണ്ട്. വിനീത് അതുമായി റൂമിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ ഗംഗ ഇല്ലായിരുന്നു. അവൻ സംശയത്തോടെ എല്ലായിടത്തും തിരഞ്ഞ് ആളെവിടെ പോയി, ഇനി കിച്ചണിലോ മറ്റോ കാണോ എന്ന് ചിന്തിച്ച്
ആ മുല്ലപ്പൂവും ഹൽവയും അടങ്ങിയ കവർ ബെഡിലേക്ക് വെച്ച് അവൻ കിച്ചണിലേക്ക് പോവുകയാ. കിച്ചണിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ ലൈറ്റ് ഇല്ലായിരുന്നു. അവൻ സ്വിച്ച് തിരഞ്ഞ് ലൈറ്റ് ഇടുമ്പോഴേക്കും ഒരു പലഹാരപ്പാട്ടയും കയ്യിൽ പിടിച്ച് കാവേരിയും അവിടെ നിന്ന് എഴുന്നേൽക്കുകയാ. മുടിയഴിച്ചിട്ട കാവേരിയെ കണ്ട് വിനീതും ഞെട്ടി വിളിക്കുന്നുണ്ട്. അയ്യോ പേടിക്കല്ലേ വിനീതേട്ടാ, ഇത് ഞാനാ കാവേരി എന്ന് പറഞ്ഞവൾ വിനീതിന്റെ അരിയിലേക്ക് വന്ന് വിനീതേട്ടൻ പേടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ഏയ് ചെറുതായിട്ടൊന്ന് ആക്ട് ചെയ്തതാ, പേടിച്ച പോലെ എന്ന് വിനീതും ചിരിയോടെ പറയുകയാ. ഒരു ചിരിയോടെ കാവേരി നിൽക്കെ അല്ല കാവേരിയുടെ എന്ത് ചെയ്യുമായിരുന്നു എന്ന് വിനീത് ചോദിക്കുന്നുണ്ട്. തന്റെ കയ്യിലെ പലഹാരപ്പാട്ട മാറ്റി പിടിച്ചുകൊണ്ട് അത് വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാ എന്ന് കാവേരി പറയുന്നുണ്ട്. അവളുടെ കയ്യിലേക്ക് ശ്രദ്ധിച്ച് അത് ബിസ്ക്കറ്റും സ്നാക്സും ഒക്കെ വെക്കുന്ന പാട്ടയല്ലേ എന്ന് വിനീത് ചോദിക്കുന്നുണ്ട്. ആണോ, അതിശയായിരിക്കുന്നു, ഇതെങ്ങനെ എന്റെ കൈ വന്ന് എന്ന് പറഞ്ഞവൾ ആ പാട്ട അങ്ങോട്ട് മാറ്റിവെക്കുക. വിനീതും ചിരിയോടെ ആണോ കാവേരി, ആ ചുണ്ടത്ത് പറ്റി പിടിച്ചിരിക്കുന്ന പപ്സിന്റെ പൊടി കളയെ എന്ന് പറയേ. അവളതെല്ലാം തട്ടിക്കളഞ്ഞുകൊണ്ട് മനുഷ്യനെ നാണം കെടുത്തുന്ന പലഹാരമാണ് പപ്സ് എന്ന് പറയുന്നത് എത്ര ശരിയാ. വിനീതേട്ടാ ഞാനൊരു സത്യം പറയട്ടെ എന്നവൾ ചോദിക്കേ. പറഞ്ഞോ എന്ന് വിനീതും. ഞാനേ ഇവിടുന്ന് കട്ടു തിന്നതായിട്ട് ആക്ട് ചെയ്യായിരുന്നു, അതുകൊണ്ട് ഇവിടെ കണ്ടതൊക്കെ വിനീതേട്ടൻ മനസ്സിൽ നിന്ന് കട്ട് ചെയ്ത് കളയണം എന്നവൾ പറയേ. ഓക്കെ ഓക്കെ, ആക്ട് ചെയ്തിട്ട് കാര്യമായിട്ട് എന്തെങ്കിലും തടഞ്ഞോ എന്ന് വിനീത് ചോദിക്കുന്നുണ്ട്. ഇല്ല, അയ്യോ ദാരിദ്ര്യം, ലഡു ഹൽവ ജിലേബി ഇതുപോലെ മധുരമുള്ള ഒരു ഐറ്റംസും ഇതിലില്ല. അല്ല വിനീതേട്ടാ, കയ്യിലുണ്ടായിരുന്ന പൊതി എന്താന്ന് ഇതുവരെ പറഞ്ഞില്ല എന്നവൾ ചോദിക്കേ ഒരു പതർച്ചയോടെ. അതൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് മാറി നിന്ന് ഹൽവയാണെന്ന് അറിഞ്ഞിട്ട് വേണം ഈ കൊതിച്ചി അത് കൊണ്ടുവന്ന എന്റെ കൈയും കൂടി കടിച്ചു തിന്നാൻ എന്നവൻ മനസ്സിൽ ചിന്തിച്ച് ഒരു ചിരിയോടെ കാവേരിയെ നോക്കെ. അവനെ ശ്രദ്ധിക്കുന്ന കാവേരിയും വിനീതേട്ടൻ എന്തോ ഒളിക്കുന്നുണ്ടല്ലോ, ഭാവിയിൽ എനിക്കൊരു എതിരാളിയാവോ വിനീതേട്ടൻ എന്ന് പറഞ്ഞ് സംശയത്തോടെ അവനെ നോക്കിയിരിപ്പാ കാവേരിയും. ഗംഗയെ കാണാൻ ഞാൻ ഡൈനിങ് ഹാളിലൂടെ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കിയ വിനീത്. അവിടെ യമുനയുടെയും നിളയുടെയും കൂടെ നല്ല ഉറക്കത്തിലായിരുന്നു ഗംഗയും. സംശയത്തോടെ അവൻ ചെന്ന് ആ റൂമിന്റെ ഡോർ തുറന്നു നോക്കുമ്പോഴേക്കും അവിടെ കിടന്നുറങ്ങുന്ന ഗംഗയെ കാണുന്നുണ്ട്. അവൾ ഉറങ്ങുന്നത് സ്നേഹത്തോടെ ഒരു നിമിഷം നോക്കി നിന്ന് വിനീത് പതിയെ ആ റൂമിന്റെ ഡോർ അടച്ച് അവിടെ നിന്നിറങ്ങി പോവുകയാണ്. പിന്നീട് രാവിലെ ആവുമ്പോൾ റൂമിൽ തനിയെ നല്ല ഉറക്കത്തിലായിരുന്നു വിനീത്. ബെഡിൽ തന്നെ പൊതിയഴിച്ചെടുത്ത മുല്ലപ്പൂവും ഹൽവയും കിടപ്പുണ്ട്. അപ്പോഴാണ് അച്ഛമ്മ അങ്ങോട്ട് വന്ന് ആ റൂമിന്റെ ഡോർ തുറന്ന് മോനെ വിനീതേ എന്ന് വിളിക്കുന്നത്. ഇതെന്താ ഈ നേരമായിട്ടും ഇവൻ എണീക്കാത്തത് എന്ന് പറഞ്ഞ് സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി നിൽപ്പ അച്ഛമ്മയും. വിനീത് ആ സമയത്ത് ഗംഗയുമൊത്തുള്ള സ്വപ്നത്തിലായിരുന്നു. ഗംഗ പ്രണയത്തോടെ ആ റൂമിലേക്ക് കയറി വരുന്നതും തന്റെ അരികിൽ ബെഡിലേക്ക് ഇരുന്ന ഗംഗയുടെ കണ്ണുകളിലേക്ക് വിനീത് പ്രണയത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നതും സ്വപ്നം കണ്ടുറങ്ങുകയായിരുന്നു വിനീത്. അപ്പോഴാണ് ബെഡിൽ കിടക്കുന്ന മുല്ലപ്പൂവും ഹൽവയും അമ്മമ്മ ശ്രദ്ധിക്കുന്നത്. ഇതെന്താ മുല്ലപ്പൂവോ എന്ന് അമ്മമ്മ ചോദിക്കേ. മുല്ലപ്പൂ ഞാൻ എന്റെ പൊന്നുവിന് കൊണ്ടുവന്നതല്ലേ എന്ന് വിനീതും ഉറക്കത്തിൽ പറയുന്നുണ്ട്. അത് കേൾക്കെ ഈ പ്രായത്തിലാണോ ഇനി മുല്ലപ്പൂവ് എന്ന് ചിരിയോടെ അമ്മമ്മയും ചോദിക്കുന്നുണ്ട്. വിനീത് അപ്പോഴും ഗംഗയുമൊത്തുള്ള സ്വപ്നത്തിലായിരുന്നു. മുല്ലപ്പൂവും കയ്യിൽ പിടിച്ച് ഒരു കൈ കൊണ്ട് ഗംഗയുടെ താടിക്ക് പിടിച്ച് ഈ പ്രായത്തിന് എന്താ കുഴപ്പം, ഇതല്ലേ മുല്ലപ്പൂ ചൂടേണ്ട പ്രായം എന്ന് ചോദിച്ചവൻ ഹൽവയുടെ പൊതിയഴിച്ച് അവൾക്ക് നൽകേ. ആഹാ വിനീതേട്ടൻ ഇതൊക്കെ എനിക്ക് വേണ്ടി വാങ്ങിച്ചതാ എന്ന് ഗംഗയും ചോദിക്കുന്നത് സ്വപ്നം കാണേ. എന്റെ പൊന്നിനല്ലാതെ പിന്നെ ആർക്ക് എന്ന് വിനീതും പിറുപിറുക്കുന്നുണ്ട്. അമ്മമ്മയും ഹൽവ കയ്യിൽ പിടിച്ച് എനിക്ക് ഹൽവ ഇഷ്ടമാണെന്ന് അറിയാവുന്നത് കൊണ്ട് നീ ഇത് വാങ്ങിച്ചോണ്ട് വരുമെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് അമ്മമ്മയും പറയുക. സ്വപ്നത്തിൽ ഗംഗയും എങ്കിൽ വിനീതേട്ടൻ തന്നെ ഇതെന്റെ വായിൽ വെച്ചതാ എന്ന് പറയേ. അത് സമ്മതിച്ച് വിനീതും ആ പാക്കറ്റ് ഇങ്ങതാ എന്ന് അമ്മമ്മയോടായി പറയുന്നുണ്ട്. അമ്മമ്മയും ആ പാക്കറ്റ് അഴിച്ച് ദാ എന്ന് പറയേ. വിനീത് നിന്ന് ഒരു കഷ്ണം മുറിച്ചെടുത്ത് സ്വപ്നത്തിലുള്ള ഗംഗയോട് ഇനി വാ തുറന്നേ എന്ന് പറഞ്ഞു നീട്ടെ. അമ്മമ്മയും ആ കാണിക്കുന്നുണ്ട്. സ്വപ്നത്തിൽ ഗംഗ അത് സന്തോഷത്തോടെ കഴിക്കുമ്പോഴേക്കും ഇഷ്ടായോ എന്ന് വിനീത് ചോദിക്കുന്നുണ്ട്. ഓ എന്ന് അവളും. അത് കേൾക്കെ ഇനി ഒരെണ്ണം കൂടെ എടുക്കട്ടെ എന്ന് വിനീത് ചോദിക്കുമ്പോഴാണ് കുളി കഴിഞ്ഞ ഗംഗയും അങ്ങോട്ടെത്തുന്നത്. രാധമ്മ ഒന്നും മിണ്ടാതെ നിൽക്കെ എന്താ ഒന്നും മിണ്ടാത്തത് വേണ്ടേ എന്ന് വിനീത് ചോദിക്കെ. വേണം എന്ന് രാധമ്മ. ഗംഗ അതും ശ്രദ്ധിച്ച് അവരുടെ പുറകിൽ തന്നെ നിൽപ്പാ. എന്നാലേ ഒരു കണ്ടീഷനുണ്ട് എന്ന് ഉറക്കത്തിൽ വിനീതും പറയുക. എന്ത് കണ്ടീഷൻ എന്ന് രാധമ്മ ചോദിക്കെ. എനിക്കൊരു ഉമ്മ വേണം എന്ന് വിനീതും. അതിനെന്താടാ, നിനക്ക് ഞാൻ എത്ര ഉമ്മ വേണേലും തരില്ലേ എന്ന് രാധമ്മ ചോദിക്കെ. തന്റെ കവിള് കാണിച്ചുകൊണ്ട് ദാ ഇവിടെ എന്ന് വിനീതും പറയുന്നുണ്ട്. രാധമ്മ അവന് അമർത്തിയൊരു ഉമ്മ കൊടുക്കുമ്പോഴേക്കും സന്തോഷത്തോടെ കണ്ണു തുറക്കുന്ന വിനീത് കാണുന്നത് തന്നെ നോക്കി ചിരിയോടെ നിൽക്കുന്ന രാധമ്മയെയാണ്. യോ രാധമ്മ എന്ന് പറഞ്ഞവൻ ഒരു ഞെട്ടലോടെ ബെഡിൽ എഴുന്നേറ്റിരിക്കുമ്പോഴേക്കും ഇനിയും വേണോ എന്റെ പൊന്നിന് ഉമ്മ എന്ന് രാധമ്മ ചോദിക്കുന്നുണ്ട്. ഗംഗയും ചിരിയോടെ അവന്റെ മുന്നിലേക്ക് വരുമ്പോഴേക്കും ആകെ ചമ്മലോടെ വിനീത് ആ മുല്ലപ്പൂവ് കയ്യിലെടുത്ത് ഞാനൊന്ന് പുറത്തു പോയി വരാൻ രാധമ്മേ എന്ന് പറഞ്ഞ് ആ റൂമിൽ നിന്നിറങ്ങി ഓടുകയാ. രാധമ്മയും ചിരിയോടെ ഗംഗയോടായി മുല്ലപ്പൂവും ഹൽവ. നീ ഭാഗ്യവതിയാ മോളെ, നിന്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ ഇങ്ങനെയായിരുന്നു. ഈ മുല്ലപ്പൂവൊക്കെ നീ കുളിക്കാൻ പോകുമ്പോ എടുത്ത് മാറ്റി വെക്കണം. വെറുതെ എന്തിനാ ആൾക്കാരെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്
എന്ന് പറഞ്ഞ് അവളെ നോക്കി ചിരിച്ച് ആ ഹൽവ അവളുടെ കയ്യിലേക്ക് കൊടുത്ത് നാണത്തോടെ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ആ ഹൽവയും കയ്യിൽ പിടിച്ച് സന്തോഷത്തോടെ ചിരിയോടെ നിൽപ്പാ ഗംഗയും. അവിടെ മുറ്റത്ത് അമ്മയുടെ കൂടെ ചെടി നടന്ന തിരക്കില കാവേരി. കുറച്ച് ചാണകം ഇട്ട് കൊടുത്തിരുന്നെങ്കിലേ ചെടിയൊക്കെ നോക്കിയിരിക്കുന്ന നേരത്തിൽ ഇങ്ങ് കേറി വന്നേനെ എന്ന് ശാരദ പറയേ. സുജാതമ്മയല്ലേ നമുക്ക് ചാണകം കൊണ്ട് തന്നിരുന്നത്, ഇപ്പൊ ചെന്ന് ചോദിച്ചാലും മതി, തരും എന്ന് കാവേരി പറയുന്നുണ്ട്. അപ്പോഴാണ് മുല്ലപ്പൂവും കയ്യിൽ പിടിച്ച് വിനീത് സെറ്റ് ഔട്ടിലേക്ക് എത്തുന്നത്. നേരത്തെ ചാണകവെള്ളമല്ലേ ഒഴിച്ചത്, അത് ജസ്റ്റ് മിസ്. ഇത്തവണ മിസ്സാവാതെ ചാണകം തന്നെ ദേഹത്തേക്ക് ഇട്ടുതരും എന്ന് കാവേരി അമ്മയോടായി പറയേ. ശാരദയും സുജാത തന്നെ ചാണകവെള്ളം ഒഴിക്കാൻ വന്നതും താൻ ഒഴിഞ്ഞു മാറിയതെല്ലാം ഓർത്തിരിക്കുക. അപ്പോഴാണ് വിനീത് തന്റെ കയ്യിലെ ആ മുല്ലപ്പൂ വലിച്ചെറിയുന്നത്. അത് നേരെ ചെന്ന് വീഴുന്നത് ശാരദയുടെ പുറത്തേക്കാണ്. അയ്യേ, ചാണകം ചാണകം എന്ന് പറഞ്ഞ് ശാരദ ഞെട്ടിപ്പിടഞ്ഞു തുള്ളുകയാ. ആ കാഴ്ച കണ്ട് കാവേരി പൊട്ടിച്ചിരിക്കേ. വിനീതും അമ്പരപ്പോടെ അവരെ നോക്കി നിൽപ്പാ. ചിരിക്കിടയിൽ ചമ്മലോടെ നിൽക്കുന്ന വിനീതിനെ കാണുന്ന കാവേരി, അമ്മേ നിലത്ത് നിൽക്ക് എന്ന അമ്മയോടായി പറയേ. ദേഹത്ത് ചാണകം വീണടി എന്ന് അമ്മയും. ചാണകം ഒന്നുമല്ല, ദേ ഈ മുല്ലപ്പൂ മാലയാ എന്ന് പറഞ്ഞ് ആ മുല്ലപ്പൂ മാല എടുത്ത് കാണിക്കേ. ഇതെവിടുന്ന് വന്ന് എന്ന് ശാരദ അമ്പരപ്പോടെ ചോദിക്കേ. കാവേരി ഒരു ചിരിയോടെ വിനീതിനെ നോക്കി. തലേദിവസം രാത്രി പാലപ്പൂവല്ലാതെ മുല്ലപ്പൂ ചൂടണമെന്ന് ഒരു യക്ഷിക്ക് തോന്നിയ അത് നിരുത്സാഹപ്പെടുത്താൻ പറ്റുമോ? അത് നിരുത്സാഹപ്പെടുത്തരുത് കാവേരി എന്ന് വിനീത് പറഞ്ഞ കാര്യമോർത്ത് ചിരിയോടെ അവനെ നോക്കേ. വിനീതും ആകെ വിഷമത്തോടെ അവളെ നോക്കി നിൽപ്പാ. അതേതെങ്കിലും യക്ഷി ആകാശത്തിലൂടെ പറന്നു പോയപ്പോ മുടിന്ന് വീണതായിരിക്കും അമ്മേ എന്ന് കാവേരി ഉറക്കെ വിളിച്ചു പറയേ. അതിന് യക്ഷികള് പാലപ്പൂവല്ലേ ചൂടുന്നത് എന്ന് അമ്മയും ചോദിക്കുന്നുണ്ട്. വിനീതിനെ ഒന്ന് നോക്കി, ഒരു വെറൈറ്റി ആഗ്രഹിക്കാത്ത ഏത് യക്ഷിയാ അമ്മയുള്ളത് എന്നവൾ അമ്മയോട് ചോദിക്കുമ്പോഴേക്കും വിനീത് അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അതെന്റെയാണ് അമ്മായി എന്നവൻ പറയേ. നിനക്ക് എന്തിനാടാ മുല്ലപ്പൂമാല, മുടി വെക്കാനോ എന്ന് ശാരദയും. എനിക്ക് അങ്ങനെ പല പേഴ്സണൽ കാര്യങ്ങളും കാണും, അതിലൊന്നും കയറി ഇടപെടല്ലേ കേട്ടോ, അതിങ്ങും തന്നേന്ന് പറഞ്ഞ് കാവേരിയുടെ കയ്യിൽ നിന്ന് ആ മുല്ലപ്പൂമാലയും വാങ്ങിച്ചു പോവുകയാ വിനീത്. ഇവനിപ്പോ മുല്ലപ്പൂ എന്തിനാ എന്ന് ശാരദയും കാവേരിയോട് സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. രാധമ്മ സീറ്റ് ഔട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് മുല്ലപ്പൂവും പിടിച്ച് വിനീത് അങ്ങോട്ട് നടന്നു വരുന്നത്. അവനെ കണ്ട് നാണത്തോടെ ചിരിച്ചു നോക്കി നിൽപ്പാ രാധമ്മയും. അവനൊരു ചമ്മലോടെ സീറ്റ് ഔട്ടിലേക്ക് കയറുന്നുണ്ട്. പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ താമസിക്കേണ്ടെന്ന് പലവട്ടം പറഞ്ഞതാ കേട്ടോ. ഇല്ലല്ലോ, അനുഭവിച്ചോ എന്നാ മുല്ലപ്പൂവിനെ നോക്കി പിറുപിറുത്തുകൊണ്ട് പറഞ്ഞ് അവൻ അകത്തേക്ക് കയറി പോവുകയാണ്. രാധമ്മ ശാരദയുടെ അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും കാവേരിയും പൊട്ടിച്ചിരിക്കുന്നുണ്ട്. രാധമ്മയും ചിരിയോടെ നിൽക്കുന്നത് കണ്ട് എന്തിനപ്പോ രണ്ടുപേരും ചിരിക്കുന്നത് എന്ന് ശാരദ ചോദിക്കുക. ചിരി വന്നാ പിന്നെ ചിരിക്കാണ്ടിരിക്കാൻ പറ്റും എന്ന് രാധമ്മ പറയേ. അമ്മ എന്താ കാര്യം എന്ന് വെച്ചാ പറ. അവനാണെങ്കിൽ ഒരു കാര്യവുമില്ലാതെ ദേഷ്യപ്പെട്ടു പോയി എന്ന് ശാരദ പറയേ. അതെ, കപ്പലിലെ കള്ളനെ കയ്യോടെ പിടിച്ചതിന്റെ ജാളിതയാ എന്ന് രാധമ്മ പറയുന്നത് കേട്ട് കാവേരി വീണ്ടും ചിരിക്കുക. കപ്പലിൽ കള്ളനോ എന്ന് ശാരദ ചോദിക്കും. എടി, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഞാനിപ്പോ ഗംഗയുടെയും വിനീതിന്റെയും റൂമിലേക്ക് ചെന്നപ്പോ ബെഡ് നിറയെ മുല്ലപ്പൂ വിതറിയിരിക്കുന്നു, അതെല്ലാം ചതഞ്ഞറിഞ്ഞു കിടക്കുക എന്നൊരു നാണത്തോടെ രാധമ്മ പറയേ. അമ്പരപ്പോടെ നോക്കി നിൽപ്പാ ശാരദയും. അതിനിടയിൽ ബോധം കെട്ടുറങ്ങുന്ന വിനീത്. ഗംഗ റൂമിലേക്ക് കയറി വന്നപ്പോ അവളുടെ മുഖത്തൊരു നാണവും പരിഭ്രമവും ഒക്കെ. ഇനി നമുക്കെന്ത് മനസ്സിലാക്കാടി എന്ന് രാധമ്മ നാണത്തോടെ ചോദിക്കേ. ചിരിയോടെ അമ്മ പറഞ്ഞത് സത്യാണോ എന്ന് ശാരദയും ചോദിക്കേ. ആ, ഞാൻ എന്റെ ഈ 2 കണ്ണുകൊണ്ട് കണ്ടതാ എന്ന് രാധമ്മ പറയേ. ആണോ എന്ന് ശാരദയും സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട്. ആ 2 കണ്ണും കൊണ്ടുപോയി കൂത്തി പൊട്ടിക്ക് എന്ന് കാവേരിയും പറയുകയാ. രണ്ടുപേരും വേറൊരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ. ഗംഗേച്ചി ഇന്നലെ കിടന്നുറങ്ങിയത് നിളയുടെയും യമനുടെയും കൂടെ. രണ്ടാളെയും കെട്ടിപ്പിടിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി. രാവിലെ ഞാനാ വിളിച്ചെഴുന്നേൽപ്പിച്ചത്. രണ്ടാളെയും കല്യാണം കഴിപ്പിച്ചു വിട്ടു. പിന്നെന്തിനാ അച്ചമ്മ അവരുടെ പുറകെ CID പണിയുമായി നടക്കുന്നേ എന്ന് കാവേരി ചോദിക്കേടി. കല്യാണം കഴിഞ്ഞ് അവര് സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാ നമുക്കും ഒരു സമാധാനമല്ലേ എന്ന് അമ്മയും ചോദിക്കുന്നുണ്ട്. അവരെ അവരുടെ വഴിക്ക് വിടമ്മേ, അപ്പോ സന്തോഷവും സമാധാനവും ഒക്കെ തനിയെ വന്നോളൂ എന്ന് പറഞ്ഞ് കാവേരി അവിടുന്ന് പോവുകയാണ്. അവൾ ഹാളിലേക്ക് എത്തുമ്പോഴാണ് നിവിന്റെ കോൾ വരുന്നത്. അവൾ ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും ഹലോ റെഡിയല്ലേ കാവേരി എന്ന് നിവിൻ ചോദിക്കുന്നു. റെഡിയെന്ന് അവൾ പറയേ. എങ്കിൽ ഇറങ്ങിക്കോ, ഞാൻ കാവേരിയുടെ വീടിനടുത്തുള്ള ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്യാം എന്ന് നിവിൻ പറയേ. കാവേരിയും അത് സംബന്ധിച്ച് കോൾ വയ്ക്കുകയും പിന്നീട് വിനീതും രാധമ്മയും നിളയും ഒന്നിച്ച് ഊണ് കഴിക്കാൻ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. ഗംഗ അവർക്ക് വിളമ്പിക്കൊടുക്കുന്നുണ്ട്. എന്ത് കറിയാടി മോളെ എന്ന് രാധമ്മ ചോദിക്കേ. ഗംഗ ഒന്നും മിണ്ടാതെ വിളമ്പിക്കൊടുത്തുകൊണ്ടിരിക്കുക. കറിയിലേക്ക് ശ്രദ്ധിച്ച് ആ മീനുണ്ട് എന്ന് രാധമ്മയും പറയുന്നുണ്ട്. അവൾ സ്നേഹത്തോടെ തന്റെ പ്ലേറ്റിലേക്ക് വിഭവങ്ങൾ വിളമ്പുന്നത് കണ്ട് വിനീതിനും സന്തോഷമാവുകയാണ്. അമ്മ എവിടെ എന്ന് വിനീത് ചോദിക്കേ. അവള് ഭക്ഷണം വെക്കുമ്പോ തന്നെ എന്തെങ്കിലും കൊത്തിപ്പെറുക്കി തിന്നും. ഇപ്പോതാ പിന്നാമ്പുറത്ത് എന്തോ പണിയുണ്ടെന്നും പറഞ്ഞ് നടക്കുന്നു എന്ന് രാധമ്മ പറയുമ്പോഴാണ് ചിക്കൻ ഇല്ലേ ഗംഗേച്ചി എന്ന് നിള ചോദിക്കുന്നത്. ഷോ ഇല്ലല്ലോടാ എന്ന് ഗംഗ പറയേ. ഇതൊക്കെ എന്ത് കറിയാ എന്നവൾ പറയേ. വിനീതേട്ടൻ വൈകിട്ട് വരുമ്പോഴേ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് വിനീതും പറയുകയാ. വെറുതെ എന്തിനാ കാശ് കളയുന്നത്, ഞാൻ വൈകിട്ട് ഇവിടെ വെച്ചു കൊടുത്തോളാം
എന്ന് ഗംഗ പറയേ. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ എന്ന് വിനീതും സമ്മതിക്കുക. അത് കണ്ട് നിളയും അതെന്താ വിനീതേട്ട അങ്ങനെ പറഞ്ഞത്, വാങ്ങിച്ചോണ്ട് വരുമെന്ന് പറ എന്ന് നിളയും. വിനീത് ഒരു പരങ്ങളോടെ ഇരിക്കുമ്പോഴേക്കും അവനെ നോക്കി ഒരു ചിരിയോടെ ഇരിപ്പാ രാധമ്മ. ശരി, ഇന്ന് ഞാൻ വാങ്ങിച്ചോണ്ട് വരാം, നാളെ ഗംഗ ചേച്ചി ഉണ്ടാക്കട്ടെ എന്ന് വിനീത് പറയേ. അത് മതിയെന്ന് സന്തോഷത്തോടെ നിളയും. അപ്പൊ വൈകിട്ട് ചിക്കൻ കറിക്കൊപ്പം കഴിക്കാൻ എന്താ വേണ്ടതെന്ന് വിനീത് ചോദിക്കേ. പൊറോട്ട മതിയെന്ന് നിളയും. അപ്പോ വൈകിട്ടത്തേക്ക് പൊറോട്ടയും ചിക്കൻ കറിയും ഫിക്സ്, രാധമ്മയ്ക്ക് ഇഡ്ഡലിയും ചിക്കനും എന്ന് വിനീത് പറയേ. രാധമ്മയും അത് സമ്മതിക്കുക. വിനീതേട്ടാ, ഗംഗേച്ചിക്ക് ചിക്കി പൊരിച്ച മുട്ട വാങ്ങിക്കണേ എന്ന് നിള പറയുന്നത് കേൾക്കെ വിനീത് ഗംഗയെ നോക്കുന്നുണ്ട്. ഒരു ചിരിയോടെ നോക്കി നിൽപ്പാ ഗംഗയും. രാധമ്മയും അവനെ നോക്കി ചിരിയോടെ ഇരിക്കെ. ഇന്നത്തേക്ക് കിച്ചൺ ക്ലോസ്ഡ് എന്ന് വിനീതും. അതങ്ങ് സ്ഥിരമായി പൂട്ടിയിട് വിനീതേട്ടാ, കൊള്ളില്ല എന്ന് നിളയും. അതെന്താ എന്ന് വിനീത് ചോദിക്കെ. ഷെഫുമാരൊക്കെ ഒരു കണക്കാ വിനീതേട്ടാ എന്ന് ഗംഗയെ നോക്കിക്കൊണ്ട് നിള പറയുന്നുണ്ട്. കണ്ടില്ലേ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് നിള പറയാ. ഡി ഗ്യാസിന് വില കൂടിയെന്നും പറഞ്ഞേ ഇവിടുത്തെ മെയിൻ ഷെഫ് പിന്നമ്പുറത്തൂടെ ചുള്ളിക്കമ്പും പെറുക്കി നടപ്പുണ്ട്. മൂപ്പത്തി ഇതെങ്ങാനും കേട്ടാലുണ്ടല്ലോ ഉറപ്പായിട്ടും ഒരു മടല് നിന്റെ ദേഹത്തിരിക്കും എന്ന് ഗംഗ ഓർമ്മിപ്പിക്കുക ഒരു ചിരിയോടെ. അയ്യോ, ഇതൊക്കെ നമ്മുടെ ഇടയിലുള്ള ഒരു തമാശയല്ലേ എന്ന് പറഞ്ഞ നിള ഇഷ്ടമില്ലാതെ കഴിച്ചുകൊണ്ട് എനിക്ക് മതി ഗംഗേച്ചി എന്ന് പറയുന്നു. ഒരു പിടി കഴിച്ചിട്ട് വേണ്ടാന്നോ എന്ന് ഗംഗ ചോദിക്കേ. വേണ്ടാഞ്ഞിട്ടാ എന്ന് നിളയും. രാവിലെയും കൂടി ഒന്നും കഴിച്ചില്ല, വിശക്കില്ലേ നിനക്ക്, കഴിക്കെന്ന് ഗംഗ പറയേ. എനിക്ക് വിശക്കുന്നില്ല അതുകൊണ്ടാ എന്ന് നിളയും. രാധമ്മയും പറയുന്നുണ്ട്. രാവിലെ അവള് ഫുഡ് കഴിച്ചില്ല, ഒന്ന് നുള്ളി നോക്കിയിട്ട് ഇറങ്ങിപ്പോയി. ശാരദ പറയുന്നതേ വിശപ്പുണ്ടേൽ കഴിക്കുമെന്ന് എന്ന് പറയേ. എന്നാ ഞാൻ പോവാണേ എന്ന് പറഞ്ഞ് നിള എഴുന്നേൽക്കുന്നുണ്ട്. ഇതവളെ തടഞ്ഞ് പോവാൻ വരട്ടെ, നമുക്കൊരു മത്സരം വെച്ചാലോ എന്ന് ചോദിക്കേ. എന്ത് മത്സരം എന്ന് നിളയും. ഞാൻ കുറച്ച് ചോറും കറിയും എടുത്ത് ഒരു പപ്പടവും വെച്ച് തരും, പപ്പടം പൊടിയാതെ മോൾ അത് കഴിക്കണം, അതാ ചലഞ്ച് എന്ന് വിനീത് പറയേ. അത് കൊള്ളാം, ഞാൻ റെഡി എന്ന് നിളയും. അത് കേൾക്കെ വിനീതവും ഒരു ഉരുളയുരുട്ടി അതിന്മേൽ ഒരു പപ്പടവും പൊട്ടിച്ചു വെച്ച് നിളയ്ക്ക് കഴിക്കാനായി കൊടുക്കുമ്പോഴേക്കും അവൾ കഴിക്കെ പപ്പടം പൊടിഞ്ഞത് കണ്ട് പപ്പടം പൊട്ടിയല്ലോ എന്ന് ചിരിയോടെ പറയുന്നുണ്ട് വിനീതും. ചലഞ്ച് തൊട്ട നിളയോടായി. അപ്പൊ അടുത്തത് നോക്കാം, നിളക്കുട്ടി തോൽക്കാൻ പാടില്ലല്ലോ എന്ന് വിനീത് പറയേ. ഇല്ലില്ല, ഞാൻ തോൽക്കൂലെന്ന് പറഞ്ഞ നിള വീണ്ടും ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാ. വീണ്ടും ഒരു ഉരുള ചോറെടുത്തു കൊടുത്ത് ഇത് പൊട്ടിക്കല്ലേ എന്ന് വിനീത് പറയുന്നുണ്ട്. ഇത് ഞാൻ പൊളിക്കും, വിനീതേട്ടൻ തോൽക്കും എന്ന് പറഞ്ഞവൾ കഴിക്കെ വീണ്ടും പപ്പടം പൊട്ടിപ്പോവുകയാ. പൊട്ടി എന്ന് അച്ചമ്മ പറയേ. അതുകൾക്ക് ഗംഗയും ചിരിക്കുകയാ. അടുത്തതെടുക്ക്, ഞാൻ പൊട്ടിക്കാതെ കഴിക്കുമെന്ന് നിളയും. അങ്ങനെ നിളയെ കൊണ്ട് ആ ചോറ് മുഴുവൻ കഴിപ്പിക്കുന്ന വിനീതിനെ സ്നേഹത്തോടെ നോക്കി നിൽപ്പാ ഗംഗയും. ഇത് ശരിയാവുന്നില്ലല്ലോ, വിനീതേട്ടനൊന്ന് കഴിച്ചു കാണിച്ചേ എന്ന് നിള പറയേ. അതിനെന്താ, കഴിച്ചു കാണിക്കാലോ എന്ന് പറഞ്ഞ് വിനീത് ഒരു പപ്പടം എടുത്ത് അതിൽ ഒരു ചോറുരുള വെച്ച് ആ ചോറുരുള മാത്രം വായിലേക്കിട്ട് കഴിക്കുകയാ. അത് കണ്ട് ഗംഗയും ദേഷ്യത്തോടെ എഴുന്നേറ്റ് ചെന്ന് ദിസ് ഇസ് ചീറ്റിംഗ് എന്ന് പറഞ്ഞവനെ ഇടിക്കാൻ തുടങ്ങേ. പപ്പട കഷ്ണം വായിൽ വെക്കാൻ ഞാൻ പറഞ്ഞോ, ആരെങ്കിലും പറഞ്ഞോ, ഭക്ഷണം കഴിക്കാനല്ലേ പറഞ്ഞുള്ളൂ എന്ന് വിനീതിന്റെ ചോദ്യം കേൾക്കെ നിള വീണ്ടും ദേഷ്യത്തോടെ അവനെ അടിക്കാൻ തുടങ്ങുകയാ. ഗംഗ അവളെ പിടിച്ചു മാറ്റുമ്പോഴേക്കും എടി, നിന്നെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി വിനീത് ഒരു എളുപ്പ വഴി പ്രയോഗിച്ചതല്ലേ എന്ന് അച്ചമ്മയും ചോദിക്കുന്നുണ്ട്. അത് കേട്ടവർ ചിരിയോടെ നിൽക്കുമ്പോഴേക്കും എടാ, നീ കല്യാണം കഴിഞ്ഞിട്ട് ഗംഗയെ ഒരിടത്തും കൊണ്ടുപോയില്ലെന്ന് രാധമ്മ ചോദിക്കുന്നുണ്ട്. എവിടെ പോവാനാ രാധമ്മേ എന്ന് വിനീത് ചോദിക്കെ. എവിടെയെങ്കിലും പോണം, അങ്ങനെയല്ലേ കല്യാണം കഴിഞ്ഞവരൊക്കെ എന്ന് രാധമ്മ പറയേ. എന്നാ ഞാനും വരുന്നുണ്ടെന്ന് നിളയെ. നീ എവിടെയും പോകുന്നില്ല, ഇപ്പൊ അവര് പോയിട്ട് വരട്ടെ എന്ന് രാധമ്മ അവളെ വഴക്കു പറയേ. എനിക്ക് പോവാൻ പറ്റില്ല അച്ചമ്മ, തയ്ക്കാനുണ്ട് കുറേന്ന് പറഞ്ഞ് ഗംഗ ഒഴിഞ്ഞു മാറുകയാ. ഒരു ചിരിയോടെ എനിക്കും തയ്ക്കാനുണ്ടെന്ന് വിനീതും പറയുകയാ. ഇതിപ്പോ അലക്കൊഴിഞ്ഞിട്ട് പെണ്ണുകെട്ടാൻ നേരമില്ലെന്ന് പറഞ്ഞതുപോലെ ആയല്ലോ, പിന്നെ നീ എന്തിനാടാ കല്യാണം കഴിച്ചതെന്ന് രാധമ്മയും ചോദിക്കുക. പിന്നീട് അവർ ശബ്ദം താഴ്ത്തി വിനീതിനോടായി പറയുന്നുണ്ട്. ഡാ, മുല്ലപ്പൂവും ഹൽവയും കൊണ്ടൊന്നും പതുങ്ങി നടന്നിട്ടൊന്നും കാര്യമില്ല, ആദ്യം ഒരു അടുപ്പം ഉണ്ടാക്കാൻ നോക്ക്, നിന്നെ സഹായിക്കാനാ ഞാൻ ശ്രമിക്കുന്നത് എന്ന് രാധമ്മ പറയേ. രാധമ്മ പറഞ്ഞാ മതി, ഞാൻ അതുപോലെ ചെയ്തോളാമെന്ന് വിനീതു. എന്നാ ഞാൻ പറഞ്ഞതനുസരിക്കുന്ന രാധമ്മ പറയേ. അത് സംബന്ധിച്ച് വിനീത് പ്ലേറ്റുമായി എഴുന്നേൽക്കുകയാ. കഴിച്ചു കഴിഞ്ഞായിരുന്നോ എന്ന് ഗംഗ ചോദിക്കേ. ഊവെന്ന് വിനീതും അവന്റെ പ്ലേറ്റ് വാങ്ങാൻ നോക്കി. ഇങ്ങ് തന്നേക്ക്, ഞാൻ എടുത്തോളാമെന്ന് ഗംഗ പറയുന്നുണ്ടെങ്കിലും ഞാൻ എടുത്തോളാമെന്ന് പറഞ്ഞ് നിളക്കുട്ടി കഴിഞ്ഞതല്ലേ എന്ന് ചോദിച്ച് അവളുടെ പ്ലേറ്റ് കൂടി എടുത്ത് വിനീത് പറയുന്നുണ്ട്. എനിക്കിതൊക്കെ ശീലമാണ് എന്ന് പറഞ്ഞ് രാധമ്മയെ നോക്കെ. ഞാൻ കഴിച്ചു കഴിഞ്ഞില്ലെന്ന് രാധമ്മയും. വിനീത് പ്ലേറ്റുമായി നിളയെയും കൂട്ടിക്കൊണ്ടു പോവേ. ഗംഗയും കഴിക്കാനായി ഇരിക്കുകയാണ്. അവൾ ഒരു പ്ലേറ്റ് എടുത്ത് ചോറ് വിളമ്പി കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവൻ കൈ കഴുകി വരുമ്പോഴേക്കും പോവാൻ റെഡി ആയിരിക്കണം, പറഞ്ഞേക്കാം എന്ന് രാധമ്മ പറയുന്നുണ്ട്. അത് കേൾക്കെ ഗംഗയും കഴിക്കാതെ ആ ചോറ് പ്ലേറ്റിലേക്ക് തന്നെ ഇടുകയാ. അപ്പോഴേക്കും നിളയെയും കൊണ്ട് കാവേരി അവളുടെ അച്ഛൻ വാങ്ങിച്ചെന്ന് പറഞ്ഞ ആ തോട്ടത്തിലെത്തിയിരുന്നു. അന്ന് അവരെല്ലാം കൂട്ടിക്കൊണ്ടുപോയി ആ തോട്ടം വാങ്ങിച്ചെന്ന് അച്ഛൻ സർപ്രൈസോടെ പറഞ്ഞതും അച്ഛനുമൊത്തുള്ള സന്തോഷ നിമിഷങ്ങളും ഓർക്കെ അവൾ അച്ഛന്ന് വിളിച്ച് പൊട്ടിക്കരയുകയാ. പൊട്ടിക്കരയുന്ന അവളെ ആശ്വസിപ്പിക്കാനാവാതെ കാവേരി എന്ത് പറ്റിയെന്ന് ചോദിച്ചു നിൽപ്പാ നിവിനും. അവൾ മറുപടി ഒന്നും പറയാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ തോട്ടത്തിലേക്ക് കയറി പോവുകയാ. കാവേരി എങ്ങോട്ടായി പോകുന്നത്, കാവേരി നിക്കെന്ന് വിളിച്ച് നിവിനും അവളുടെ പുറകെ ഓടുന്നുണ്ട്.
അവിടെ റൂമിൽ വിനീത് ഗംഗയുമൊത്ത് പുറത്തു പോവാൻ റെഡിയാവുകയായിരുന്നു. വിനീത് അവിടെ ഇരുന്നൊരു സ്പ്രേ എടുത്ത് അടിക്കാൻ തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ടത്തൊന്ന് നിളയും ഓടി വന്ന്, അയ്യോ വിനീതേട്ടാ അതടിക്കല്ലേ, നാടാകെ നാറുമെന്ന് പറയേ അത്രയ്ക്ക് പ്രശ്നക്കാരനാ എന്ന് വിനീതും ചോദിക്കുന്നുണ്ട്. അതേന്ന്, കുത്തുന്ന മണമാ, അതവിടെ വെക്ക്, ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ് നിള റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി വേറൊരു സ്പ്രേയുമായി അങ്ങോട്ട് വരികയാണ്. വിനീതേട്ടാ ദാ ഇതടിച്ചോ എന്ന് പറഞ്ഞ് അവൾ കൊടുക്കെ, ഇതെവിടുന്നാ എന്നത് വാങ്ങി നോക്കിക്കൊണ്ട് വിനീതും ചോദിക്കുക, അച്ഛൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാ, വിനീതേട്ടനും തന്നതാണല്ലോ അത് എന്നവൾ ചോദിക്കെ, തന്നിട്ടുണ്ടാവും, പക്ഷെ അത്തരം സാധനങ്ങളൊക്കെ കാണുമ്പോഴേ ഗീതേച്ചി അത് എടുത്തോണ്ട് പോകും എന്നവൻ പറയേ, എന്നാ ഇതിപ്പോ അടിച്ചോ എന്ന് നിള. മോള് തന്നെ അടിച്ചതാ എന്ന് വിനീത് പറയേ നിളവന് സ്പ്രേ അടിച്ചു കൊടുക്കുക. അവൾ നിർത്തുമ്പോഴേക്കും കുറച്ചുകൂടി എന്ന് വിനീത് പറയുന്നു. ഇത്ര മതി, ഇനി കൂടുതലായാലേ ഗംഗേച്ചിക്ക് ഇഷ്ടപ്പെടില്ല എന്നവൾ പറയേ, ഞാൻ ഗംഗേച്ചിയോടൊപ്പം പോകുന്നെന്ന് നിന്നോട് ആരാ പറഞ്ഞേ എന്ന് സംശയത്തോടെ വിനീതും ചോദിക്കുന്നുണ്ട്. എനിക്കും ഇതൊക്കെ മനസ്സിലാവുന്ന പ്രായമായി വിനീതേട്ടാ എന്നൊരു കള്ളച്ചിരിയോടെ അവൾ പറയുക. അവിടെ തന്റെ തയ്യൽ മെഷീനരികിൽ ആലോചനയോടെയും ടെൻഷനോടെയും ഇരിപ്പാ ഗംഗ. അപ്പോഴാണ് രാധം അങ്ങോട്ട് വരുന്നത്. അവരെ കണ്ട് എഴുന്നേറ്റ്, പോണോ അച്ഛമ്മേ എന്ന് ഗംഗ ചോദിക്കുന്നുണ്ട്. പോണമെന്നല്ലേ പറഞ്ഞത്, കല്യാണം കഴിഞ്ഞ് നീ ഇതുവരെ വിനീതിന്റെ കൂടെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ചെല്ലെന്ന് അച്ഛമ്മ നിർബന്ധിക്കെ ഗംഗയും തലയാട്ടുകയാ. അവളെ ആകെയൊന്ന് നോക്കി, ഈ ഡ്രസ് ഇട്ടുകൊണ്ടാണോ പോകുന്നത്, ചെന്ന് വേഷം മാറ് എന്ന് രാധമ്മ പറയെ ആ ഡ്രസ്സിലേക്ക് നോക്കി, ഇതിനെന്താ കുഴപ്പം, ഇത് തന്നെ പോരെ അച്ഛമ്മയെന്ന് ഗംഗയും ചോദിക്കുന്നുണ്ട്. ഓ പറ്റില്ല, കല്യാണം കഴിഞ്ഞ് നീ ആദ്യമായി അവന്റെ കൂടെ പോവുകയല്ലേ, സാരി ഉടുത്തു പോ ചെല്ലെന്ന് പറഞ്ഞ് അച്ഛമ്മ അവളെ പറഞ്ഞയക്കുകയാ. അവിടെ വിനീതും നിളയോടായി, എങ്ങനെ സ്റ്റൈലല്ലേ എന്ന് ചോദിക്കേ, പിന്നെ അല്ലാതെ എന്ന് നിള പറയുമ്പോഴാണ് ഗംഗ റൂമിലേക്ക് വരുന്നത്. അവളെ കണ്ട് റെഡി ആയില്ലേ, പോവാം എന്ന് വിനീത് ചോദിക്കേ. ഒരു 2 മിനിറ്റ് എന്ന് ഗംഗ പറയുന്നുണ്ട്. പിന്നെന്താന്ന് ചോദിച്ചേ വിനീത് അവിടെ ചാരി നിൽക്കേ. ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ ഡ്രസ്സ് മാറാനായിരുന്നു എന്ന് ഗംഗയും. ഓ അതിനെന്താ എന്ന് പറഞ്ഞവൻ നിളയെയും കൂട്ടിക്കൊണ്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങി പോവുകയാ. അവിടെ തോട്ടത്തിലേക്ക് കയറിപ്പോയ കാവേരിയും ചുറ്റുപാടും നോക്കിക്കൊണ്ട് പൊട്ടിക്കരയുകയാ. അവളെ ആശ്വസിപ്പിക്കാനാവാതെ കാവേരി എന്ന് വിളിച്ച് ടെൻഷനോടെ നിൽപ്പാ നിവിനും. അവളും കരച്ചിലോടെ പറയുക, ഇത് എന്റെ അച്ഛൻ വാങ്ങിച്ച തോട്ടമാ, ഇതു തന്നെയാ ഇവിടേക്ക് ഞങ്ങളെല്ലാവരെയും കൂട്ടിക്കൊണ്ട് വന്നത്. ദേ ഇവിടെ ഇരുന്ന അന്ന് ഞങ്ങള് തമാശയൊക്കെ പറഞ്ഞത് എന്നവൾ നിവിനോടായി പറയുമ്പോഴേക്കും തോട്ടത്തിലെ ജോലിക്കാരനും അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ ഒരിടത്തേക്ക് ചൂണ്ടിക്കാണിച്ച്, ദേ അവിടെ ഇരുന്ന് അന്ന് അച്ഛനും അമ്മയും ഒരുപാട് സംസാരിച്ചു. നിവിൻ അറിയോ, അച്ഛൻ അന്ന് ഞങ്ങളെ ഇവിടെ കൊണ്ടുവരുമ്പോ അച്ഛൻ പറഞ്ഞത് ഈ തോട്ടം വാങ്ങിക്കാൻ പോകുന്നു എന്നല്ല, വാങ്ങിച്ചുന്നാ, അടുത്തയാഴ്ച രജിസ്ട്രേഷൻ മാത്രമേ ബാക്കിയുള്ളൂന്ന്. മുഴുവൻ പണവും കൊടുക്കാതെ എങ്ങനെയാ നിവിൻ അങ്ങനെ പറയാൻ പറ്റുന്നേ എന്നവൾ ചോദിക്കെ, ഒരു പക്ഷേ പണം കൊടുത്ത് തോട്ടം വാങ്ങാമെന്ന് വെച്ചിട്ടുണ്ടാവും കാവേരി, സാധിച്ചിട്ടുണ്ടാവില്ലെന്ന് നിവിനും. അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരുമായിരുന്നില്ല നിവിൻ. തന്നെ കൊണ്ട് സാധിക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് താൻ തന്റെ മക്കളോട് മിണ്ടുക പോലും ഇല്ലെന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ടായിരുന്നത് എന്നവൾ കരച്ചിലോടെ പറയുക. കാവേരി, ഒരുപക്ഷെ അരവിന്ദൻ അങ്കിളിന് അത്ര ഉറപ്പുണ്ടായിരുന്നിരിക്കണം എന്ന് നിവിൻ പറയേ. ജയപാലൻ അച്ഛനെ കബളിപ്പിച്ചതാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല നിവിൻ എന്ന് കാവേരി പറയുമ്പോഴേക്കും ആ സംസാരം കേട്ടുനിന്ന തോട്ടത്തിലെ ആ ജോലിക്കാരനും ടെൻഷനോടെ അവിടുന്ന് പോവുകയാ. നഷ്ടപ്പെട്ടത് എനിക്കാ നിവിൻ, എനിക്കും എന്റെ കുടുംബത്തിനും. നിവിൻ എപ്പോഴും ജയപാലന്റെ പക്ഷത്തെ നിൽക്കൂ, കാരണം നിവിന്റെ അമ്മാവനാണല്ലോ ജയപാലൻ എന്ന് കാവേരി കുറ്റപ്പെടുത്തേ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനാ കാവേരിയെ ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? അരവിന്ദൻ അങ്കിളിനെ കബളിപ്പിച്ചാണ് ജയപാലൻ അങ്കിൾ ഈ ഭൂമി വാങ്ങിയതെങ്കിൽ ഇതിന്റെ കാര്യം നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കാനല്ലേ ഞാൻ നോക്കൂ. അപ്പോ കാവേരി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്ന എന്നോട് അങ്കിളിന്റെ ദേഷ്യം മാത്രമല്ലേ ഉണ്ടായിരിക്കുകയുള്ളൂ. എനിക്കതിന്റെ കാര്യമുണ്ടോ? ജയപാലൻ അങ്കിളിന്റെ ഗുഡ് ബുക്കിൽ തന്നെ ഇരുന്നാ പോരെ എന്നവൻ ചോദിക്കേ. സോറി നിവിൻ എന്ന് പറയുന്നുണ്ട് കാവേരി. കാവേരി, എനിക്ക് കാവേരിയുടെ ഇമോഷൻസ് ഒക്കെ മനസ്സിലാവും, പക്ഷേ ഇമോഷണൽ ആയല്ല, കുറച്ച് യാഥാർത്ഥ്യത്തോടെയാ ഈ വിഷയത്തെ നമ്മൾ സമീപിക്കേണ്ടത്. ഈ കാര്യത്തിൽ സത്യം കണ്ടെത്തണമെങ്കിൽ നമുക്ക് വേണ്ടത് തെളിവുകളാ എന്നവൻ പറയേ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാ നിവിൻ പറയുന്നത് എന്ന് കാവേരിയും ചോദിക്കുക. ഈ ഭൂമിയുടെ ഇതിനു മുമ്പുള്ള ഉടമയെ കണ്ടെത്തണം. അയാൾക്കറിയാലോ ആരാണ് പണം കെടുത്തതെന്നും ഈ ഭൂമി വാങ്ങിയതെന്നും എന്ന് നിവിൻ പറയുന്നത് കേൾക്കെ ആലോചനയോടെ നിൽപ്പാ കാവേരിയും. അവിടെ അപ്പോഴേക്കും വിനീത് ഗംഗയും കൊണ്ട് യാത്രക്കിറങ്ങിയിരുന്നു. സാരിയൊക്കെ എടുത്ത് മുല്ലപ്പൂവും ചൂടി അവന്റെ കൂടെ നടപ്പാ ഗംഗയും. ഒന്നും മിണ്ടാതെ ഗംഗ അവന്റെ കൂടെ നടക്കുമ്പോഴേക്കും വിനീതും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഗംഗയോടൊപ്പം ഇങ്ങനെ തോളോട് തോൾ ചേർന്ന് നടക്കാന്നുള്ളത് എത്ര കാലായിട്ടുള്ള സ്വപ്നമാ, ഇന്നത് യാഥാർത്ഥ്യമായി എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നടക്കേ എതിരെ വരുന്ന നാട്ടുകാരും അവരെ നോക്കി കൈവീശി കാണിക്കുന്നുണ്ട്. അങ്ങനെ റോഡിലൂടെ നടക്കുന്നതിനിടയിൽ പെട്ടെന്നവൻ ഗംഗ നില്ല് എന്ന് പറഞ്ഞ് റോഡിൽ കിടക്കുന്ന ഒരു ചെറിയ കല്ലെടുത്ത് കാണിച്ച്, ഇതൊക്കെ ആരാ ഈ റോഡിൽ കൊണ്ടിടുന്നത്, കാലിൽ കുത്തിക്കേറില്ലേ എന്ന് ചോദിച്ചത് വലിച്ചെറിയുകയാ. പിന്നീടവൻ ഇനി പോവാം ഗംഗയെന്ന് വിളിച്ച് അവളെയും കൂട്ടിക്കൊണ്ട് നടക്കുകയാ. റോഡിലൂടെ ഒരു കാർ പോകുമ്പോഴേക്കും മാറി നിൽക്കെന്ന് പറഞ്ഞ് ഗംഗയെ അവൻ പിടിച്ചു വലിക്കുന്നുണ്ട്. ആ കാർ പോയത് കണ്ടോ, തട്ടിയിരുന്നെങ്കിലോ, ഇനി ആ സൈഡിൽ നടക്കണ്ട, ഇപ്പുറത്ത് വാ, ഒരു ശ്രദ്ധയുമില്ലെന്ന് പറഞ്ഞ് അവൻ സൈഡ് മാറി അവളെയും കൊണ്ട് നടക്കുകയാ. അങ്ങനെ അവർ നടന്നു നീങ്ങുമ്പോഴേക്കും നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ഗംഗ ചോദിക്കുന്നുണ്ട്. രാധമ്മ പറഞ്ഞില്ലേ ഒരുമിച്ച് പുറത്തു പോവാൻ എന്നവൻ ചോദിക്കേ. അല്ല, പുറത്ത് എവിടെയാ എന്ന് ഗംഗ.
അതൊക്കെയുണ്ട് എന്നൊരു ചിരിയോടെ അവൻ പറയേ. നമ്മള് മുഴുവൻ ദൂരവും നടന്നു പോണോ എന്നവൾ ചോദിക്കുക. ഇല്ല, നമ്മൾ വണ്ടിക്കാ പോകുന്നതെന്ന് വിനീത് പറയേ. അപ്പോ ഇവിടുന്ന് പോകാൻ പാടില്ലേ എന്ന് ഗംഗയെ. ഇവിടൊന്നും ബസ് നിർത്തില്ല ഗംഗയെ. നമ്മുടെ തയ്യൽ കടയിലെ മുന്നിലുള്ള ഷോപ്പില്ലേ, അവിടെയാ ബസ് നിർത്തുക. അല്ല, ഗംഗയ്ക്ക് നടക്കാൻ മടിയൊന്നും ഇല്ലല്ലോ അല്ലേ എന്നവൻ ചോദിക്കേ. ഇല്ല, ഈ സാരിയൊക്കെ വാരിച്ചുറ്റി ഒരുങ്ങിയത് കാരണം എന്നവൾ വിഷമത്തോടെ പറയേ. അതിനെന്താ, സാരി ഉടുക്കുമ്പോ ഗംഗ എത്രമാത്രം സുന്ദരിയാണെന്ന് ഈ നാട്ടുകാരൊക്കെ ഒന്ന് കാണട്ടെ. ഇനി അഥവാ നടക്കുമ്പോ എന്തേലും ക്ഷീണം തോന്നിയാലും നമ്മൾ ചെല്ലുന്ന സ്ഥലം എത്തുമ്പോ എല്ലാം മറക്കും. നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്നറിയോ? ഗംഗയുടെ മുഖം കണ്ടിട്ട് എനിക്ക് ഒളിച്ചു വെക്കാനും തോന്നുന്നില്ല. ഇനി ഗംഗ ചോദിച്ചില്ലെങ്കിലും ഞാൻ അങ്ങ് പറയും, ദേ കുറിഞ്ഞുമലയിലേക്ക് എന്നവൻ സന്തോഷത്തോടെ പറയേ. കുറിഞ്ഞുമലയിലേക്കോ എന്നവളും അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്. എന്താ, ഇഷ്ടമല്ലേ കുറിഞ്ഞുമല എന്നവൻ ചോദിക്കേ. അവൾ ഒന്നും മിണ്ടാതെ സങ്കടത്തോടെ നിൽപ്പാ. ഗംഗ പോയിട്ടുണ്ടോ അവിടെ എന്ന് വിനീത് ചോദിക്കേ. എന്റെ ഓർമ്മയിൽ 1000 തവണ പോയിട്ടുണ്ടാവും. നമ്മൾ പുഷ്പവാടിക്കാർക്ക് എളുപ്പം എത്താവുന്ന സ്ഥലമല്ലേ എന്നവൾ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. പോയവർ തന്നെ വീണ്ടും വീണ്ടും പോവും. അതാ കുറിഞ്ഞുമലയുടെ പ്രത്യേകത. പുഷ്പവാടിക്കാര് മാത്രമല്ല, പുറത്തുനിന്നൊക്കെ എത്ര ബൈക്കും കാറുമാ വരുന്നത് എന്ന് വിനീത് പറയേ. അവർക്കൊക്കെ ഈ മഞ്ഞുമലയുമൊക്കെ പുതുമയായിരിക്കും വിനീതേട്ട. കടലും കായലും ടൗണിലെ കാഴ്ചകളും ഒക്കെ കണ്ട് മടുത്തവരായിരിക്കും അവര്. നമ്മളിതെന്നും കാണുന്നതല്ലേ എന്ന് ഗംഗ ചോദിക്കുന്നുണ്ട്. അത് പുഷ്പവാടിക്കാർക്ക് ദൈവം അനുഗ്രഹിച്ചു തന്ന ഭാഗ്യമാണ്. അരവിന്ദനമ്മാവൻ എപ്പോഴും പറയാറുണ്ടല്ലോ ആ കാര്യം എന്നവൾ പറയേ. മോൾക്ക് ഏത് രീതിയിലുള്ള ചെക്കനെയാ വേണ്ടതെന്ന് അച്ഛൻ ചോദിച്ച കാര്യം അവൾ ഓർത്തെടുക്കുക. ജനിച്ചപ്പോ മുതൽ ഞാൻ കാണുന്നതാ ഈ കുന്നും മലയുമൊക്കെ. ഇതൊക്കെ കടന്ന് എനിക്ക് പറക്കണം അച്ഛാ. വേറെ നാടുകൾ കാണണം, പുതിയ ബന്ധങ്ങൾ ഉണ്ടാവണം, പുതിയ ആൾക്കാരെ പരിചയപ്പെടണം, കല്യാണം കഴിഞ്ഞ പുതിയൊരു ജീവിതം എനിക്ക് വേണം എന്നൊക്കെ അച്ഛനോട് പറഞ്ഞു തോർത്തവൾ വിഷമത്തോടെ നിൽക്കുകയാ. അവളുടെ ആ നിൽപ്പ് കണ്ട് എന്താ ഗംഗയെന്ന് വിനീത് ചോദിക്കേ. ഏയ് ഒന്നുമില്ലെന്ന് ഗംഗ. വീണ്ടും അവൻ ഗംഗയെയും വിളിച്ചുകൊണ്ട് നടക്കുന്നതിനിടയിൽ പറയുകയാ. ദേ ആ റോഡ് കണ്ടോ, അതിന്റെ അറ്റത്തുള്ള കടയിൽ നിന്നാ ഞാൻ എംബ്രോയിഡറിക്ക് തയ്ക്കാനുള്ള കണ്ണടയൊക്കെ വാങ്ങുന്നു. തയ്ക്കാനുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു റോഡ് കണ്ടോ, അവിടെയാ തയ്യൽ മെഷീനൊക്കെ നന്നാക്കാനുള്ള കട. എല്ലാത്തരം മെഷീനും അവിടെ നന്നാക്കും. ദേ അവിടെയാ അരവിന്ദേട്ടന്റെ കട. അരവിന്ദേട്ടനെ അറിയില്ലേ എന്നവൻ ചോദിക്കേ. ഏയ് ഇല്ലെന്ന് ഗംഗയും. ബെസ്റ്റ്, അരവിന്ദേട്ടനല്ലേ പുഷ്പവാടിയിലെ ആദ്യത്തെ തയ്യൽക്കാരൻ. ചെറുപ്പത്തിലെ എന്റെ ഡ്രസ്സൊക്കെ അരവിന്ദേട്ടന്റെ തയ്യൽ കടയിലാ തയ്ക്കാൻ കൊടുക്കുക. എന്റെ മാത്രമല്ല, പുഷ്പവാടിക്കാരുടെ മുഴുവൻ. അരവിന്ദേട്ടൻ പുഷ്പവാടിയിൽ എല്ലാ സ്റ്റൈലും കൊണ്ടുവന്നിട്ടുണ്ട്. റെഡിമെയ്ഡ് കാരൊക്കെ തോറ്റുപോകും. പിന്നൊരു കുഴപ്പമുണ്ട് കേട്ടോ, ഓണത്തിന് ഡ്രസ്സ് കൊടുത്താൽ ക്രിസ്മസിനെ കിട്ടും. വേറെ നിവൃത്തിയില്ലല്ലോ, വേറെ തയ്യൽക്കാർ വേണ്ട എന്നൊക്കെ വിനീത് വാതോരാതെ സംസാരിക്കുന്നത് ഇഷ്ടമാവാതെ കൂടെ നടപ്പാ ഗംഗയും. ഈ മെഷറിംഗ് ടേപ്പ് എടുത്ത് തോളിന്റെ ഇരുവശത്തുകൂടി ഇട്ട് അരവിന്ദേട്ടൻ ബീഡിയും കത്തിച്ച് വായിൽ വെച്ചിട്ട് തയ്യൽ മെഷീനിൽ ഒരു ഇരിപ്പുണ്ട്. യുദ്ധത്തിന് പോകുന്ന പട്ടാളക്കാരുടെ സ്റ്റൈൽ. അരവിന്ദേട്ടനെ കണ്ട എനിക്ക് ആദ്യമായി തയ്യൽക്കാരനാവണമെന്ന ഒരു മോഹമുണ്ടായത്. ചിലർ പരിഹസിക്കും പോലെ അന്ന് മുതലാണ് യേശുദാസിന്റെ ശബ്ദവും തയ്യൽ മെഷീനിന്റെ താളവും സംഗീതമായിട്ട് എന്റെ മനസ്സിൽ കയറിയത്. തമാശ പറയുന്നതല്ല, തയ്യൽ മെഷീനിന്റെ ശബ്ദം സംഗീതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഗംഗയ്ക്ക് അങ്ങനെ തോന്നാറില്ലേ എന്ന് വിനീത് ചോദിക്കേ. അതിഷ്ടമാകാതെ വെറുപ്പോടെ ഇല്ല എന്ന് പറഞ്ഞ് നടന്നു നീങ്ങുകയാ ഗംഗ. വിനീതും ഒരു ചിരിയോടെ അവളുടെ കൂടെ നടക്കുമ്പോഴേക്കും ഗംഗ എന്ന അച്ഛനോട് വിനീതേട്ടനെ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ കാര്യം ഓർക്കുകയാ. അച്ഛാ, ഞാൻ വിനീതേട്ടനെ കല്യാണം കഴിച്ച വിനീതേട്ടൻ തയ്യൽക്കാരൻ, ഞാനും തയ്യൽക്കാരി. ഞങ്ങൾ തമ്മിൽ മുഖത്തോട് മുഖം നോക്കിയിരുന്ന് തയ്യലിന്റെ കാര്യങ്ങളല്ലാതെ വേറെ എന്ത് സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞതോർത്ത് ടെൻഷനോടെ നടപ്പാ അവളും. അങ്ങനെ അവർ നടന്ന് വിനീതിന്റെ തയ്യൽ കടയുടെ മുമ്പിലെത്തുകയാണ്. അവളുടെ പടം വരച്ചു വെച്ച ചുമരിലേക്ക് നോക്കിക്കൊണ്ട്, നോക്ക് ഗംഗ, നമ്മുടെ ഗംഗ ടൈലേഴ്സ്. പടം മായ്ക്കണമെന്ന് ഇയാൾ പറഞ്ഞപ്പോ മായ്ച്ചു കളഞ്ഞതാ കേട്ടോ. പക്ഷെ എനിക്കറിയാമായിരുന്നു ഈ പടം ഈ ചുമരിൽ തന്നെ പതിഞ്ഞു കിടക്കേണ്ടതാണെന്ന് എന്നവൻ സന്തോഷത്തോടെ പറയേ. ഗംഗയും ആ ഫോട്ടോയിലേക്ക് നോക്കുകയാണ്. അതെ, നമുക്ക് കുറച്ചു നേരം കടയിൽ ഇരുന്നിട്ട് പോയാൽ എന്നവൻ ചോദിക്കേ. ഗംഗ അത് സമ്മതിക്കുക. പിന്നീട് അവൻ ഗംഗയും വിളിച്ചുകൊണ്ട് ആ കടയിലേക്ക് ചെല്ലുന്നു. അവിടെ ജോലിയിലായിരുന്ന സലീമിക്കയും അവരെ കണ്ട് ആഹാ ആരാ ഇത് എന്ന് ചോദിക്കേ. ഗംഗ ഇരിക്കെ, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് അവനൊരു സ്റ്റൂൾ എടുത്ത് ഗംഗയ്ക്ക് ഇരിക്കാനായി കൊടുക്കുക. അവൾ അതിലേക്ക് ഇരിക്കുമ്പോഴേക്കും വിനീതും തന്റെ തയ്യൽ മെഷീനിൽ അരികിലേക്ക് ഇരിക്കുന്നു. അവൻ സന്തോഷത്തോടെ ഗംഗയോട് പറയുന്നുണ്ട്, ഈ മെഷീൻ ആര് വാങ്ങിത്തന്നതാണെന്ന് അറിയോ? അരവിന്ദനമ്മാവൻ. ഒന്നിരുന്ന് നോക്കുന്നോ എന്നവൻ ചോദിക്കേ. വേണ്ട, പിന്നീട് ഒരിക്കലാവാമെന്ന് ഗംഗ. അവനും എഴുന്നേറ്റ് ചെന്ന് ഒന്ന് ഇരുന്ന് നോക്കുന്നേ, ഒന്ന് തയ്ച്ചു നോക്കുന്നു. തയ്ച്ചു നോക്കെന്ന് അവൻ നിർബന്ധിക്കേ. ഗംഗമോൾ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ വിനീതേ, ഇപ്പോഴേ തയ്ക്കണോ എന്ന് സലീമിക്കയും ചോദിക്കേ. ദേ, ഗംഗ ഒന്ന് തൊടാൻ വേണ്ടി വർഷങ്ങളായി കാത്തു കിടക്കുകയാണ് സലീമിക്ക ഈ മെഷീൻ എന്ന് വിനീത് പറയേ. ഓ അങ്ങനെ എന്ന് പറഞ്ഞ ആലോചനയോടെ ഈ മെഷീന്റെ പേര് അഹല്യ എന്നാണല്ലേ എന്നോർത്ത് നിൽക്കേ വിനീത് ചെന്ന് ഗംഗയെ വിളിക്കുകയാണ്. അവൾ എഴുന്നേറ്റ് ചെന്ന് ആ മെഷീനിൽ തയ്ക്കുമ്പോഴേക്കും വിനീതും സന്തോഷത്തോടെ നോക്കി, എങ്ങനുണ്ട്, സൂപ്പർ അല്ലേ എന്ന് ചോദിക്കേ. അത്ര സന്തോഷമില്ലാതെ എന്നവളും. വിനീത് അവളുടെ മുന്നിലേക്ക് സ്റ്റൂൾ വലിച്ചിട്ടിരുന്ന്, ദേ, ഗംഗയ്ക്ക് വേണ്ടിയ ഇവിടെ ലേഡി സ്റ്റിച്ചിങ് വേണ്ടെന്ന് വെച്ചത്. പക്ഷേ ഇനി അതിനൊരു മാറ്റം വരുത്താം.
ഗംഗയുടെ പേരും ഇത്രയും വലിയൊരു പടവുമുള്ള കടയിൽ ലേഡീസ് ഐറ്റംസ് തയ്ക്കാൻ കൊണ്ടുവരുന്നവരോട് എങ്ങനെയാ അത് വിടില്ലെന്ന് പറയുന്നു. ഇനി അതും തയ്ച്ചു തുടങ്ങാം എന്ന് പറഞ്ഞ് അപ്പുറത്തുള്ള മെഷീൻ ചൂണ്ടിക്കാണിച്ചതേ ഗംഗ അവിടെ ഇരുന്ന് ലേഡീസിൻ്റെത് തയ്ക്കും, ഞാൻ ഇവിടെ ഇരുന്ന് മെൻസോ എന്നവൻ പറയുന്നത് കേൾക്കെ ചിരിയോടെ ഇന്ന് തന്നെ തുടങ്ങോ എന്ന് സെലിമിക്കയും ചോദിക്കുന്നു. ഇന്ന് തന്നെയല്ല, ഇനി മുതൽ. ഇപ്പോ ഗംഗ ടൈലേഴ്സിന്റെ ഉടമയല്ലേ ഗംഗ, ഇനി എന്നും വരാം എന്ന് ചിരിയോടെ പറഞ്ഞവൻ ഗംഗയെ തന്നെ നോക്കിയിരുന്ന് എന്റെ എത്ര നാളത്തെ സ്വപ്നമാണെന്നറിയാം ഗംഗ ടൈലേഴ്സിന്റെ ഉടമയായി ഇവിടുത്തെ കസേരയിലിരിക്കുന്ന ഗംഗ എന്നവൻ പറയുന്നത് കേട്ട് വിഷമത്തോടെ ഇരിക്കുന്ന ഗംഗയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. തോട്ടത്തിലെ പണിക്കാരനോട് ഈ തോട്ടത്തിന്റെ ഉടമ ആരാണെന്ന് അറിയണമായിരുന്നു എന്ന് കാവേരി പറയുന്നതും വിനീതിന്റെ കടയിലേക്ക് എത്തുന്ന സുജാത ഗംഗയെ കണ്ട് അവളെ വഴക്ക് പറയുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.